ജമാൽ, ഒരു വിവരം പുറത്തു വരുന്നത് GCC രാജ്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. വളരെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് പുറത്ത്. അതോടൊപ്പം തന്നെ ദുബായ് വിമാനത്താവളം അടച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് ഗൾഫിൽ നിന്നുള്ളത്? ഇത് പ്രധാനപ്പെട്ട രണ്ട് സംഗതികളാണ്. അതിലേറ്റവും ഒരെണ്ണം പ്രധാനപ്പെട്ടത് ഇന്ന് ന്യൂയിലേക്ക് ചില ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ നടത്തി. ഇതിന്റെ ഒക്കെ സുരക്ഷാ നടപടിയുടെ ഭാഗമായി ദുബായ് വിമാനത്താവളം താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്നാണ് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ആരും ഇപ്പോൾ എയർപോർട്ടിലേക്ക് നേരത്തെ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള തന്നെ ആരും തന്നെ എയർപോർട്ടിലേക്ക് ഇപ്പോൾ വരേണ്ട എന്നാണ് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പോസിറ്റീവായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് GCC രാജ്യങ്ങളിൽ ഇനി ആക്രമണം നടത്തില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള ആക്രമണമില്ലെങ്കിൽ GCC രാജ്യങ്ങളിലേക്ക് ഇനി ആക്രമണം നടത്തില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഏതായാലും യുഎയിൽ ഇന്ന് ഇറാന്റെ ചില ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. അതെല്ലാം തന്നെ നിർവീര്യമാക്കിയെന്നാണ് ദുബായ് ഭരണകൂടം അല്ലെങ്കിൽ അധികൃതർ അറിയിക്കുന്നത്. മറ്റു ചില രാജ്യങ്ങളിലും ചെറിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം ഇന്ന് നടന്നിരുന്നു. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷെ അതേസമയം ഇറാൻ പ്രസിഡന്റ് ഈ പ്രതികരണം ഏറെ പോസിറ്റീവായ ഒരു കാര്യമായി നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ജമാൽ ഏറ്റവും പോസിറ്റീവായ കാര്യം തന്നെയാണ്. കാരണം ഈ ഗൾഫ് GCC രാജ്യങ്ങളെ കൂടി ഈ യുദ്ധത്തിന്റെ പങ്കാളികളാക്കാനായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമം. സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ പ്രത്യാക്രമണം നടത്തിയത് ഈ GCC രാജ്യങ്ങൾക്ക് നേരെയുമായിരുന്നു. ഇപ്പോൾ അവിടങ്ങളിൽ ഇനി ആക്രമണം നടത്തില്ല എന്ന് പറയുമ്പോൾ അവിടങ്ങളിൽ ഒരു സമാധാനം വരുന്നു. ഇനി എന്താണ് ഇറാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൂടി അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ അറിയാനുള്ള ഇപ്പോൾ ജമാൽ പങ്കുവച്ചതുപോലെ ദുബായ് വിമാനത്താവളം അടച്ചു. മറ്റു രാജ്യങ്ങളിലെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ വിമാനത്താവളങ്ങളുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ? മറ്റ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ അതെല്ലാം തന്നെ സ്വാഭാവികമായ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായ രൂപത്തിലില്ലെങ്കിൽ പോലും പരിമിതമായ രീതിയിൽ സർവീസുകൾ നടത്തുന്നുണ്ട്. ജിദ്ദ, സൗദി അറേബ്യയിലെ എയർപോർട്ടുകൾ, അതുപോലെ മറ്റെല്ലാ രാജ്യങ്ങളിലെയും വിമാനത്താവളങ്ങൾ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. ഇന്ന് മുതൽ ദുബായിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ആരംഭിക്കേണ്ടതായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ താൽക്കാലികമായി എയർപോർട്ടിന്റെ പ്രവർത്തനം നിർത്തിയതായി കുറച്ചു മുമ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം എമിറേറ്റ്സ് അറിയിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ സർവീസുകൾ ആരംഭിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എമിറേറ്റ്സ് അറിയിച്ചിരിക്കുന്നു ദുബായ് വിമാനത്തിലുള്ള സർവീസുകൾ പുനരാരംഭിക്കും എന്നാണ്. നേരത്തെ ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചത് ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുന്നു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇത് നിർത്തുന്നത് എന്ന്. പക്ഷെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കാൻ തന്നെയാണ്.